ഹലോ, ഗുഡ് മോർണിംഗ്. കണ്ടോ, അപ്പോൾ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. കണ്ടോ, നല്ല വെയിലാട്ടോ ഇന്ന്. അപ്പോൾ അതെ, ഇന്ന് എനിക്ക് 2 മുട്ടയുടെ ഉണ്ണിയായിട്ടുള്ളത്. കണ്ടോ, 2 ഉണ്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി എല്ലാവരും ഈ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരവർക്ക് ഈ മുട്ടയുടെ ഉണ്ണി, നമ്മൾ ഈ ഫുഡ് ഉണ്ണി കഴിക്കില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറയണേ കേട്ടോ. ഈ മുട്ടയുടെ ഉണ്ണി എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഒത്തിരി നല്ല കേട്ടോ. ഇതിൻ്റെ കാൽഷ്യം അല്ലേ, അതുകൊണ്ട് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പൂക്കാനും നല്ല കായൊക്കെ പിടിക്കാനൊക്കെ നല്ല കേട്ടോ. അപ്പം ചെടികളൊക്കെ ആണെങ്കിൽ നല്ല കൊല കുത്തി മറിഞ്ഞ് പൂക്കളുണ്ടാവാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്നിത് ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി രീതി എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെയൊന്നുമല്ല. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അരി കഴുകിയ, നമ്മുടെ ചോറിനാണെങ്കിൽ അരി കഴുകിയ കാടിയാട്ടോ. അതിലേക്ക് ഞാനിത് നന്നായിട്ടങ്ങ് ഡൈലൂട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ഇപ്പം നിറച്ച് ഇതിന് വെള്ളമില്ല, അപ്പോൾ ഈ പാത്രത്തിനൊരു നിറച്ചാക്കണം. നമ്മുടെ ഈ അരിക്കാടിയൊക്കെ പ്ലാന്റ്സിനും നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ നല്ല കേട്ടോ. നല്ല ഈ അരി കഴുകിയ കാടി ഒഴിച്ചാൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്ന് നോക്കണേ. എത്ര വളമൊക്കെ ഇട്ടിട്ടേ വളരാണ്ട് നിൽക്കുന്ന ചെടികളും അതുപോലെ തന്നെ വളർന്നിട്ട് പൂക്കാണ്ട് നിൽക്കുന്ന ചെടികളും കായ്ക്കാത്ത വെജിറ്റബിൾസ് എങ്ങോട്ടാ പൊന്നി പോണേ, വെയിലാടാ അവിടെ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ മുട്ട എല്ലാവർക്കും ഉണ്ണിയൊന്നും ഒഴിക്കാൻ കാണില്ല. നിങ്ങൾ ഈ അരി കഴുകണ കാടി കാണുമല്ലോ, അതൊന്നും ഒഴിച്ച് നോക്കണം കേട്ടോ. മാറി ഒത്തിരി അങ്ങ് കണ്ടിന്യൂസ് ഒഴിക്കണ്ട, ഒരു 1.5 ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഇടണം കേട്ടോ. ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കരിയാപ്പും തൈക്ക് കേട്ടോ. കണ്ടോ, നമ്മുടെ കരിയാപ്പ് വളരാണ്ട് കൂമ്പെടുക്കാണ്ട് നിന്നിട്ട് ഞാൻ ഈ പുളിച്ച മോര്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നന്നായിട്ട് പുളിച്ച മോര് നന്നായിട്ട് ഡൈലൂട്ടായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കരിയാപ്പ് നന്നായിട്ട് കൂമ്പെടുത്ത് നന്നായിട്ട് പോരുമെന്ന്. ഇതും അതുപോലെ മുരടിച്ച് നിന്ന ഒരു കരിയാപ്പും തൈയാണ്. ഇങ്ങനെ ഓരോ ടിപ്സ് ഞാൻ മാറി ചെയ്യും. പുളിച്ച തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതൊക്കെ ഒഴിച്ചു കൊടുത്താലും കരിയാപ്പിനൊക്കെ നല്ലതാണ്. ഇത് നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഒരു ചെറിയ ടൊമാറ്റോ കയറി വന്നതാണ്. അത് പോയേക്കണ പോക്ക് നോക്കിക്കേ, ഈ പ്രദേശം മൊത്തമായിട്ടോ. അതത് അടുക്കള വരെ എത്താറായി, അങ്ങോട്ട് പോയി, ഇത് ആ പറമ്പ് വരെ എത്താറായി. ഇതിങ്ങനെ നീണ്ട് പൊങ്ങിപ്പോണയല്ല, ഇതിങ്ങനെ നീണ്ട് പടർന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇനി ഞാനിത് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചീനിത്തൈയില്ലേ, ഗ്രോ ബാഗിൽ പറിച്ച് നട്ട ചീനിത്തൈക്ക്. നമ്മുടെ മണ്ണിൽ നട്ടതിന് അത്രയ്ക്ക്, അത് ഇച്ചിരി താമസിച്ച് നട്ടോണ്ടേ അതിന് അത്രയ്ക്ക് വളർച്ചയൊന്നുമില്ല. അത് കുറച്ച് നമ്മൾ ആദ്യം നട്ടത് ഗ്രോ ബാഗിലായിരുന്നല്ലോ, അപ്പോൾ അത് മാത്രമാണ് പെട്ടെന്ന് വളർന്നു വന്നോളൂ. അപ്പം ഞാൻ ഇതിനും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് കയറി പോന്നോളൂ കേട്ടോ. അത് തേങ്ങയ്ക്കകത്ത് അല്പം മുളയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം പൊങ്ങുണ്ടോന്ന്. ഇത് പൊട്ടാണ്ട് എങ്ങനെ ഇരുന്നു. ചിലപ്പോൾ എടുക്കുമ്പോൾ ശരിയാവുള്ളൂ, ചിലപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പൊട്ടി പോകും കേട്ടോ. അതെ, ഞാനൊരു പാക്കറ്റ് ഇതെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, പോപ്കോൺ ഉണ്ടാക്കാനുള്ളത്. മക്കൾ അവിടെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ഇതേ ചൂടായി, നന്നായിട്ട് ചൂടായി, വെള്ളമൊക്കെ വറ്റി. ഞാൻ ഇനി ഇത് പൊട്ടിക്കും കേട്ടോ. പൊട്ടിച്ച് നന്നായിട്ട് കുക്കർ ചൂടായി വന്നതിന് ശേഷം മാത്രം കേട്ടോ നമുക്കിതിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കുമ്പോഴാട്ടോ. അവിടെ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ബഹളം. ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, അറിഞ്ഞാൽ ഇപ്പം ഓടി വരും. അപ്പം ഇത് ഫുള്ളിട്ടിട്ട് അടച്ചു വെക്കണം. കുക്കറിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ചു വെക്കണം. ഞാനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടച്ചു, ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ. ഞാൻ അവരെ വിളിക്കാം. എഡ്വിൻ കുട്ടരേ, ഓടി വന്നേ. വേണ്ട അല്ലെങ്കിൽ വരണ്ട. എന്നാ എവിടെ മാറിയിട്ട് ഇതെന്നാ പൊന്നുത്തി, ഇതെന്നാ കയ്യില് ബലൂണൊക്കെ. ഇതെവിടുന്ന് ബലൂൺ കിട്ടിയേ? ഉണ്ടാക്കി തരാം കേട്ടോ, പോപ്കോൺ ഉണ്ടാക്കി തരാം. ഇത് തുറക്കരുത്, തുറന്നാ ഇത് പുറത്തേക്ക് പൊങ്ങി പോകട്ടോ. ഇത് നമ്മള് കുക്കറിന്റെ ലോക്ക് ഇടാറില്ല. അപ്പൊ ഏകദേശം പൊട്ടി തീർന്നെന്ന് കാണുമ്പോ ലോ ആയിട്ട് ഇടണേ ഫ്ലെയിം. അപ്പൊ അതെ, ഇതെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഞാൻ നിർത്തുവാണ്. പാത്രം എന്ത് നമ്മുടെ
അപ്പോൾ ദേ നമ്മുടെ പോപ്കോൺ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ മുട്ട കേട്ടോ, ദേഹത്ത് മുട്ടിയെ പൊള്ളും. കണ്ടോ സൂപ്പർ സാധനം. ഇതിങ്ങനെയല്ലെങ്കിൽ നമുക്ക് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. വാ പൊന്നൂസേ വാ, ഓടി വാ പൊന്നെ. കണ്ടോ നിങ്ങളുടെ പോപ്കോൺ. ഇതപ്പം ഉണ്ടല്ലോ നമുക്ക് ലൂസായിട്ട് പോപ്കോൺ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, പൊന്നെ അവിടെ പോയി അതവിടെ ഇടാം, ബലൂൺ അവിടെ താഴെ ഇടാം കേട്ടോ. അത് നമ്മൾ ഒരു കുക്കർ അടുപ്പേ വെക്കണം, നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എന്തെങ്കിലും മതി, നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ, ടേസ്റ്റ്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി, ഉപ്പ് പൊടി ഇടണം, മഞ്ഞപ്പൊടി ഇടണം. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. എന്നിട്ട് നല്ല ചൂടായി വരുമ്പോൾ ലൂസായിട്ടുള്ള പോപ്കോൺ അങ്ങ് നമ്മുടെ ആവശ്യത്തിന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഏകദേശം ഒരു പൊട്ടി തീരാറാവുമ്പോ മീഡിയത്തിലേക്ക് ഇടണം. മീഡിയത്തിലേക്ക് ഇട്ടില്ലെങ്കിലുള്ള കത്തിപ്പോകും കേട്ടോ. എന്നിട്ട് അങ്ങനെ നമുക്ക് സമയമുള്ളപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ എടുത്ത് വെച്ചാൽ മതി. പിള്ളേർക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇടയ്ക്ക് ഇത്തിരിയൊക്കെ എടുത്തു കൊടുത്താൽ പോപ്കോൺ അല്ലേ, നല്ലതാ ബോഡിക്കൊക്കെ. ഇതല്ലാണ്ട് പാക്കറ്റായിട്ട് വാങ്ങിച്ചാൽ കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്, ആ ലിക്വിഡ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നാളെ കാണാം.